ഈ വെർച്വൽ മെഷീൻ നിങ്ങൾ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വെർച്വൽ മെഷീൻ ഓൺ ആവും. വെർച്വൽ മെഷീൻ ഓൺ ആവുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെർച്വൽ മെഷീൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ ഒരു ഏരിയ നിങ്ങൾ കണ്ടില്ലേ, ആ ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൗസിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് ആ ബ്ലാക്ക് കളർ ഏരിയയുടെ അകത്ത് മാത്രമായിരിക്കും അവൈലബിൾ ആവത്തുള്ളൂ. ഈ ബ്ലാക്ക് കളർ ഏരിയയിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മാക്കിൽ ഏത് കീ ആണ് യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമാൻഡ് കീ ആണ്. ഞാനും ഇതുപോലെ വിൻഡോസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺട്രോൾ കീ ആയിരിക്കും, അത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കൺട്രോൾ കീ ആയിരിക്കും യൂസ് ചെയ്യുക. ഞാനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഏതാണ് അതിൻ്റെ കൺട്രോൾ കീ എന്നുള്ളൊരു കാര്യം, ഈ മൗസ് റിലീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കീ ഏതാണെന്നുള്ളൊരു കാര്യം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഞാൻ വീണ്ടും മൗസ് ഒന്ന് ആ ബ്ലാക്ക് കളർ ഏരിയയുടെ അകത്ത് വെച്ചു. അതിനുശേഷം അപ്പാരോ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഈ അപ്പാരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ CentOS7 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്തു. CentOSൻ്റെ ഇൻസ്റ്റലേഷൻ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു ഇൻസ്റ്റലേഷനാണ്. ഈ കാണിച്ചിരിക്കുന്നത് CentOSൻ്റെ കീബോർഡ് സെലക്ഷനും അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ സെലക്ഷനാണ്. അത് ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഡേറ്റ് ആൻഡ് ടൈമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിൽ ചെല്ലുക. സോഫ്റ്റ്വെയർ സെലക്ഷനിൽ നിങ്ങൾ സെർവർ വിത്ത് GUI എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ആ സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ KDump എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക, ഡൺ കൊടുക്കുക. പിന്നെ നെറ്റ്വർക്ക് ആൻഡ് ഹോസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഒരു ടോഗിൾ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഓഫ് എന്നായിരിക്കും ആ ടോഗിൾ ബട്ടണിൽ കിടക്കുക, അത് നിങ്ങൾ ഓൺ ആക്കുക, ഡൺ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് കൊടുക്കുക, നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഇൻസ്റ്റലേഷൻ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ഹാർഡ് ഡിസ്ക് ഏതാണോ ഹാർഡ് ഡിസ്ക്, ആ ഹാർഡ് ഡിസ്ക് നിങ്ങളൊന്ന് ചൂസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ തൊട്ട് താഴെ ഐ വിൽ കോൺഫിഗർ പാർട്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഡൺ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ LVM എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ആയിരിക്കും കിടക്കുക. ഇതെന്താ LVM എന്നുള്ളൊരു കാര്യമൊക്കെ പിന്നീടുള്ള വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ സ്റ്റാൻഡേർഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം നിങ്ങളിവിടെ എന്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മൗണ്ട് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ അടുത്ത് അവർ കാണിക്കും. ഇവിടെ നിങ്ങൾ /boot എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൗണ്ട് പോയിൻ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് എത്ര വേണമെന്ന് വയ്ക്കുമ്പോൾ ഒരു 500 mm എന്നുള്ള 500 mm നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് ചെയ്യുക. ഇനി വീണ്ടും നിങ്ങൾ എന്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൗണ്ട് പോയിൻറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾ / സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ എത്ര കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 GB നിങ്ങൾ സെലക്ട് ചെയ്യുക. ആഡ് മൗണ്ട് പോയിൻ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ വന്നിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൗണ്ട് പോയിൻ്റ് സെലക്ട് ചെയ്യാം. എന്താ മൗണ്ട് പോയിൻ്റ്, എന്താണ് സ്വാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന വീഡിയോകളിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ സ്വാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കൊടുത്തു, ഒരു 1 GB കൊടുത്തു. ആഡ് മൗണ്ട് പോയിൻ്റ് കൊടുത്തു. അതിന് ശേഷം നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യുക, ഡൺ സെലക്ട് ചെയ്യുക. അക്സെപ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ബട്ടൺ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ CentOSൻ്റെ ഇൻസ്റ്റലേഷൻ തുടങ്ങാൻ നമുക്കിനി ബിഗിൻ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് അവിടെ ചെറുതായിട്ട് തന്നെ കാണാൻ പറ്റും. നിങ്ങളത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ റൂട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ റൂട്ട് പാസ്വേഡിൻ്റെ അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പാസ്വേഡ്, ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, ഒരു പാസ്വേഡ് ഞാൻ കൊടുത്തതിന് ശേഷം അടുത്ത വേണ്ട ഒരു കാര്യം യൂസർ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫുൾ നെയിം നിങ്ങളുടെ ചോദിക്കും. ഞാൻ എൻ്റെ ഫുൾ നെയിം കൊടുത്തു. അതിനുശേഷം അവർ യൂസർ നെയിം എന്ത് വേണമെന്നുള്ളൊരു കാര്യം ചോദിക്കും. ഞാൻ ഫിജി എന്ന് കൊടുത്തു. ഇവിടെ മേക്ക് ദിസ് യൂസർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്യുക. ഈ യൂസർക്ക് നമ്മളൊരു പാസ്വേഡ് കൊടുത്തു.
ഡൺ കൊടുത്തു. ഇനി സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജുകൾ ഞാൻ പറയാം. CentOSൻ്റെ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് റീബൂട്ട് എന്ന് പറഞ്ഞൊരു ചെറിയ ബട്ടൺ കാണാനായിട്ട് പറ്റും. അതിൻ്റെ പകുതിയാണ് വിസിബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് കൊടുക്കുക, റീബൂട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് റീബൂട്ടായിട്ട് വരിക. നിങ്ങളിതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, മൗസ് അകത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ CentOSൻ്റെ ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങും. CentOS ബൂട്ടായി വരുന്ന ടൈമിൽ തന്നെ ലൈസൻസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക, ഡൺ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫിനിഷ് കോൺഫിഗറേഷൻ കൊടുക്കുക. ഇനി അടുത്തത് നിങ്ങളുടെ ലോഗിനാണ്. എങ്ങനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം? നിങ്ങളിവിടെ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഒന്നില്ലെങ്കിൽ ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ്റെ ടൈമിൽ തന്നെ ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂസർ അക്കൗണ്ട് എന്താണെന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോട്ട് ലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നോട്ട് ലിസ്റ്റഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ യൂസർ നെയിമായിട്ട് റൂട്ട് കൊടുക്കുക. പാസ്വേഡായിട്ട് റൂട്ടിൻ്റെ പാസ്വേഡ് ഇൻസ്റ്റലേഷൻ ടൈമിൽ തന്നെ നമ്മൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ലൊക്കേഷൻ സർവീസ് നിങ്ങൾ ഓഫ് ചെയ്തിടുക. നെക്സ്റ്റ് പോവുക, സ്കിപ്പ് കൊടുക്കുക, സ്റ്റാർട്ട് യൂസിങ് CentOS കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത്രയും കൂടെ ഒരു വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷനിൽ പോവുക, നിങ്ങളുടെ സിസ്റ്റം ടൂൾസിലേക്ക് പോവുക, സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിൽ നിങ്ങളുടെ ഡിവൈസസിൻ്റെ അണ്ടറിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. റെസൊല്യൂഷൻ നിങ്ങളൊന്ന് മാറ്റിയിടുക. ഞാനിപ്പോൾ ഈ റെസൊല്യൂഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്ലൈ കൊടുത്തു. ഈ റെസൊല്യൂഷൻ നിങ്ങളുടെ സ്ക്രീനിൽ ഫിറ്റ് ആവുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കുക. എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ ഇപ്പോൾ കാണാം. ഞാൻ കീപ് ചേഞ്ചസ് കൊടുത്തു. കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ CentOSൻ്റെ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത ലെസൺ തൊട്ടിട്ട് ഓരോരോ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. മെഷീൻ ഓഫ് ചെയ്യുക എന്നുള്ളൊരു കാര്യം പറയാം ഞാൻ. വിർച്വൽ മെഷീൻ ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്താൽ മതി. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ വിർച്വൽ മെഷീൻ്റെ അകത്ത് മൗസ് വയ്ക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ബാറ്ററിയുടെ ഒക്കെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിസ്റ്റം ഓഫ് ചെയ്യാനായിട്ടുള്ളൊരു ബട്ടൺ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്ത് കൊടുക്കുക, പവർ ഓഫ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിർച്വൽ മെഷീൻ്റെ അകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. ദെൻ വിർച്വൽ മെഷീനും ആ കൂടെ തന്നെ ഷട്ട് ഡൗൺ ആയിപ്പോവും.